എല്ലാവർക്കും നമസ്കാരം. പുനർജൻ ആയുർവേദ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭക്ഷണ രീതികളെ അടിസ്ഥാനമാക്കി ആയുർവേദ ചികിത്സ ഉപയോഗിച്ച് പ്രമേഹ രോഗത്തെ എങ്ങനെയാണ് ഒഴിവാക്കുന്നതെന്ന് നമുക്കിപ്പോൾ നോക്കാം. ശരീരത്തിലുള്ള പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തിയാൽ ഈ പ്രമേഹ രോഗം വരും. കൂടാതെ ഈ പ്രമേഹ രോഗത്തെ നമ്മൾ ഡയബറ്റിസ് രോഗമെന്നുകൂടി പറയുന്നു. ഇപ്പോഴത്തെ കാലത്ത് മനുഷ്യന്മാർക്ക് അധികമായി വരുന്ന രോഗത്തില് ഈ പ്രമേഹ രോഗം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ പ്രമേഹ രോഗം വന്നവർക്ക് പരിക്കേറ്റ് എന്തെങ്കിലും മുറിവുകളുണ്ടായാൽ അത് എളുപ്പത്തിൽ ഉണങ്ങാൻ സാധ്യതയില്ല. കൂടാതെ ഇങ്ങനെയുള്ളവർക്ക് ഇൻസുലിൻ പ്രശ്നങ്ങളും പൊതുവായിട്ടുണ്ടാകും. ഇതിന്റെ കാരണമായി നമ്മുടെ ആരോഗ്യത്തെ അധിക ആപത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഡയബറ്റിസ് രോഗത്തെ ആദ്യം തന്നെ കണ്ടുപിടിച്ചാൽ മരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇല്ലെങ്കിൽ ആ ഭയം വിട്ടുപോകില്ല. എന്തായാലും ഡയബറ്റിസിനെ ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് 2 വിഭാഗമായി പിരിച്ചിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രമേഹം ബാധിച്ചവർക്ക് ഡോക്ടർമാർ ചികിത്സ നൽകി വരുന്നത്. എന്നാൽ ടൈപ്പ് 1 ഡയബറ്റീസ് എന്താണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഈ ടൈപ്പ് 1 ഡയബറ്റീസ് എന്നാൽ ചെറിയ കുട്ടികളിൽ നിന്ന് 18 വയസ്സുവരെ ഉള്ളവർക്ക് വരും. ഇങ്ങനെ വയസ്സ് കുറഞ്ഞവർക്ക് വരുന്ന ഡയബറ്റീസിനെ നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നു. ഈ ടൈപ്പ് 1 ഡയബറ്റീസ് പൊതുവായി ഹോർമോൺ പ്രശ്നം മൂലവും അല്ലെങ്കിൽ ഇതിനു മുമ്പ് കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ഈ രോഗം പാരമ്പര്യത്തിലൂടെയും വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതിലെ പ്രധാന കാര്യം എന്തെന്നാൽ ചെറിയ പ്രായത്തിൽ തന്നെ ടൈപ്പ് 1 ഡയബറ്റീസ് ആർക്കെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ ഇൻസുലിൻ്റെ പ്രശ്നത്തോട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അവർ ഇൻസുലിൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഇതിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് എന്നാൽ എന്താ? ഈ ഡയബറ്റീസ് 2 രോഗത്തെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സ് കഴിഞ്ഞവർ മുതൽ തുടങ്ങി വയസ്സിലേറെ മുതിർന്നവർക്കും വരുന്ന ഡയബറ്റീസ് ആണ് ടൈപ്പ് 2 ഡയബറ്റീസ്. പാൻക്രിയാറ്റിക് ഗ്രന്ഥി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കാരണവും ഈ രോഗം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നത്തെ നേരിടാൻ നമ്മൾ പരിഹാരമായി ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ഡയബറ്റീസ് പ്രശ്നം ഒരു പ്രാവശ്യം നമ്മുടെ ശരീരത്തിൽ വന്നാൽ സത്യത്തിൽ ഇത് ശരിക്കും നമ്മളെ വിട്ടുപോകുന്നതല്ല, പിടിവിടാതിരിക്കും. അതോടൊപ്പം ചികിത്സയെ നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ ജീവൻ പോവാനും സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഡയബറ്റീസിനെ ഭേദമാക്കാൻ ഒരുപാട് മരുന്നുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ എല്ലാവരും ആദ്യം ചെയ്യേണ്ട മുൻകരുതൽ എന്തെന്നാൽ ഡയബറ്റീസ് രോഗത്തെ ഗുണപ്പെടുത്താൻ ആവശ്യമില്ലാത്ത ഒരു ചെലവും നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല. ഇത് ആദ്യം നമ്മൾ ഓർമ്മയിൽ വെക്കണം. പിന്നെ ഈ ഡയബറ്റീസ് രോഗത്തെ പൂർണ്ണമായി ഗുണപ്പെടുത്തുന്നത് എങ്ങനെ? എന്നാൽ ആയുർവേദത്തിന് മാത്രമേ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാതെ കുറഞ്ഞ ചെലവിൽ പ്രമേഹ രോഗം ഭേദപ്പെടുത്താൻ പറ്റും. എന്തായാലും ഈ രോഗത്തെ കുറയ്ക്കുന്നതിന് ആയുർവേദ മരുന്നിൽ ലക്ഷങ്ങളോളം ചെലവാക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഇപ്പോൾ ഈ ആയുർവേദ രീതിയിൽ ഡയബറ്റീസ് എങ്ങനെ കുറയ്ക്കാമെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഭക്ഷണമല്ലാതെ വേറെ നല്ല മരുന്നില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് ഡയബറ്റീസ് രോഗത്തെ ഇല്ലാതാക്കാൻ ഭക്ഷണം വളരെ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഭക്ഷണത്തെക്കാൾ നമുക്ക് വേറെ നല്ല മരുന്നില്ല എന്ന് ഇപ്പോഴത്തെ മികച്ച ഡോക്ടർമാരെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഇതിലെ പ്രധാനമായും സമയത്ത് കഴിക്കണം, നല്ല പോഷകങ്ങളുള്ളത് കഴിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഡയബറ്റീസ് മാത്രമല്ല ഏത് രോഗമായാലും ഭേദമാവും. ഈ പ്രമേഹ രോഗമുള്ളവർ എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടതെന്ന് നോക്കിയാൽ ഏത്തപ്പഴം, മാതളം കൂടാതെ മധുരമുള്ള മാമ്പഴം, സപ്പോട്ട, അത്തിപ്പഴം ഇതെല്ലാം കഴിക്കാതിരിക്കുന്നത് നല്ലതാണ്. ഇതിനോടൊപ്പം മുടങ്ങാതെ ത്രിഫല ചൂർണം കഴിക്കുന്നത് നല്ലതാണ്. അത് പ്രധാനമായും തൈരോട് കൂടി ചേർത്ത് കഴിക്കണം. ഈ ഭക്ഷണ രീതിയോടൊപ്പം ചേർത്ത് ഇടയ്ക്കിടെ വ്യായാമവും ചെയ്യണം. വ്യായാമം ശരിക്ക് ചെയ്താൽ നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഡയബറ്റീസ് നിയന്ത്രണത്തിൽ വെക്കുന്ന രീതികൾ.